ഒരു ഭാഗത്ത് ട്രംപിന്റെ വലിയ ഭീഷണി നിലനിൽക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിലുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത മാസം തന്നെ അദ്ദേഹം ഇന്ത്യയിൽ വരും. എന്തായിരിക്കും ഇനി നീക്കങ്ങൾ? പ്രധാനപ്പെട്ട ഒരു ലോക നേതാക്കളായി രണ്ടുപേരും മാറിക്കഴിഞ്ഞു ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു സാഹചര്യത്തിൽ. അതെ, രണ്ടുപേരും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ട്രംപിന് തലവേദന കൊടുക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെ അവരുടെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലായി. ലോകത്തെ ഒരു പ്രധാന ശക്തിയായി ഇന്ത്യയും റഷ്യയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഉദ്ദേശം. ഏതാണ്ട് അതിന് തക്ക ഒരു അമേരിക്ക വിരുദ്ധ ചേരി അവർ രൂപം കൊടുത്തിരിക്കുകയാണ്. അതിൽ നമ്മളോട് പിണങ്ങി നിന്നിരുന്ന ചൈനയെ പോലും പുടിൻ ഒരു വിധത്തിൽ നയതന്ത്രത്തിലാക്കി ചൈന, റഷ്യ, ഇന്ത്യ ഒരു അച്ചുതണ്ട് രൂപീകരിച്ചുകൊണ്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഏഷ്യയിലെ മുഴുവനും, അതുപോലെ തന്നെ ഏഷ്യ യൂറോപ്പിലേക്കും കൂടെ കടന്നു നിൽക്കുന്ന റഷ്യ ഉൾപ്പെടെയുള്ളവ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ചേരി, അത് രണ്ട് വിധത്തിലാണ് ചേരി. ഒന്ന് ആയുധ ചേരി, പിന്നെ ഒരു ജനസംഖ്യ കണക്കെടുത്താലും ഒരു വലിയ ചേരിയാണ്. ഏതാണ്ട് 4/1 വരുന്ന ജനസംഖ്യ ഈ 3 രാജ്യങ്ങളിലും കൂടെ വരികയാണ്. അപ്പോൾ ഒരു വലിയ ചേരിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു വിഭാഗം ആയിട്ട് റിക്ക് മാറുകയാണ് റഷ്യ, ഇന്ത്യ, ചൈന. ആ ചൈനയെ ഒപ്പം നിർത്താനായിട്ട് പുടിന് അതിവിദഗ്ധമായ ചില നയതന്ത്ര രീതികളുണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം ഓൾറെഡി തന്നെ വളരെ ശക്തമാണ്. അതിൻ്റെ 23ാമത് വാർഷികമാണ് ഡിസംബർ 4, 5 തീയതികളിൽ ഇവിടെ നടക്കുന്ന റഷ്യ ഇന്ത്യ ഉച്ചകോടിയിലൂടെ നടക്കാൻ പോകുന്നു. ആ ഉച്ചകോടിയുടെ പ്രധാനം അതൊന്നുമല്ല. ഉച്ചകോടിയുടെ പ്രധാനം നിരവധി പ്രതിരോധ കരാറുകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇടപെടാൻ പോകുന്നു. അതായത് നരേന്ദ്രമോദി മുമ്പേ പറയുകയുണ്ടായി, ഞാൻ ഇന്ത്യക്ക് മൊത്തം സുദർശന കവചം ഉണ്ടാക്കും, S-400. അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യമടക്കമുള്ളത് നമുക്ക് പുടിൻ തരാമെന്ന് എഗ്രിമെൻ്റ് വയ്ക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ സുഖോയ് 57 അടക്കമുള്ള വിമാനങ്ങൾ, ചില പ്രധാനപ്പെട്ട മിസൈലുകൾ, ഇതിൻ്റെയൊക്കെ ടെക്നോളജി സഹിതം നമുക്ക് കൈമാറാമെന്ന് ഉള്ള എഗ്രിമെൻ്റാണ് ഡിസംബർ 4, 5 തീയതികളിൽ വയ്ക്കാൻ പോകുന്നത്. അതോടൊപ്പം ട്രംപ് ഏതാണ്ട് തോറ്റു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കുന്നതിന് ചിലപ്പോൾ നിർണായകമായ ചില നീക്കങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുകൂടി അറിയുന്നു. ഒരുപക്ഷെ ഡൽഹിയിൽ അത്തരത്തിൽ ഒരു ഡിസ്കഷനും കൂടെ സാധ്യതയുണ്ട്. പറഞ്ഞു തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എണ്ണയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു, ട്രംപിന്റെ ഭീഷണികൾ നിലനിൽക്കുന്നു. അതെ, ചില വാർത്തകൾ വരുന്നു, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കമ്പനികൾ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന രീതിയിൽ വാർത്ത ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക വിവരം വരും? തീർച്ചയായിട്ടും എണ്ണ കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾക്ക്, കാരണം സാറ് സൂചിപ്പിച്ചത് യുദ്ധവുമായാണ് എണ്ണ കച്ചവടം. അതെ, അതായത് ഇപ്പോൾ ഇന്ത്യ അവരിപ്പോൾ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നത് ഒരു ലോകയുദ്ധം അല്ലെങ്കിൽ ലോകമഹായുദ്ധത്തിനുള്ള ചാൻസ് ഉള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളാണെന്നാണ് പറയുന്നത്, അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് റഷ്യക്ക്. അപ്പോൾ അതൊരു വെറുമൊരു വാക്കാണെങ്കിൽ പോലും അതിനൊരു മറയിടാനായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഡിസ്കഷന് കഴിഞ്ഞേക്കും. ഒരു പക്ഷേ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ഒരു വേദി കൂടി ഡൽഹിയായി മാറിയേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഉക്രൈൻ വിദേശകാര്യ മന്ത്രി ജയശങ്കർ ആൻഡ്രൂ സിബിഹയായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ആ ചർച്ചയിൽ റഷ്യയിൽ നിന്നും പുടിൻ ഇവിടെ എത്തുമ്പോൾ ഉക്രൈന് വേണ്ടിയും ചില കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രതിരോധത്തിൻ്റെ ഉപരോധത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. US ഉപരോധവും 50% താരിഫും നമ്മുടെ വെള്ളിൽ ചുമത്തിയിട്ട് പോലും നമ്മൾ 8.2% ഗ്രോത്ത് ഈ ഈ കഷ്ടകാലങ്ങളിൽ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 3 മാസത്തെ ഗ്രോത്ത് തന്നെ 8.25 ആണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഒരു ഉപരോധവും ഇന്ത്യയിൽ ഏശിയില്ല എന്നാണ്. ഇത് റെക്കോർഡുമാണ്. 8.2 എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡാണ്. നമ്മുടെ റിസർവ് ബാങ്ക് പോലും പ്രതീക്ഷിച്ചിരുന്നതും അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈനായിട്ട് ഇട്ട് കൊടുത്തിരുന്നത് ഇത്ര അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞത് 7%. അവിടെ നമുക്ക് 8.2 എത്താനായിട്ട് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഉപരോധവും ഇല്ലാതിരുന്നപ്പം നമുക്ക് 5.2 ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് നമ്മുടെ ഗ്രോത്ത് GDP-യിലെ.
ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പുതിയ പിന്നെ എയർപോർട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ രണ്ട് വശത്തെയും ഇന്ത്യയുടെ ഇരുവശങ്ങളിലുമുള്ള പിന്നെ തീരത്ത് നിരവധി പോർട്ടുകൾ ഒക്കെ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയാണ്. അതുപോലെ റോഡുകൾ, റെയിലുകൾ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ജപ്പാനോട് കിടപിടിക്കുന്ന വിധത്തിൽ ഒരു റെയിൽ സംവിധാനം, ഗതാഗത സംവിധാനമൊക്കെയാണ് ഇന്ത്യ കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് ആ വിധത്തിലുള്ള ഗ്രോത്തുകളെല്ലാം വളരെ വലുതായി. റിയൽ എസ്റ്റേറ്റ് വളരെയധികം കൂടിയിരിക്കുന്നത് 10 പോയിന്റ് സംതിങ് ആണ് റിയൽ എസ്റ്റേറ്റിലെ ഗ്രോത്ത്. ഈവൻ കാർഷിക ആയി പോലും നമ്മൾ 4%ഓളം ഗ്രോത്ത് വന്നിരിക്കുന്നു. ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെ എല്ലാ സെക്ടറിലും ഗ്രോത്ത് വന്നിരിക്കുന്നത് കാണിക്കുന്നത് ട്രംപിൻ്റെ ഒരു നടപടിയും ഇന്ത്യക്ക് ഏശിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുപരിയാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഈ പ്രതിരോധ എഗ്രിമെൻറ്റ്, പ്രതിരോധ കരാർ വഴി നമ്മൾ ഒരു പക്ഷേ അമേരിക്കയുടെ ചില മാർക്കറ്റുകൾ കൂടി ലക്ഷ്യമിടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലും ആയിട്ട്, ഉൽപ്പാദനവും വിപണനവുമായിട്ട്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ എഗ്രിമെൻ്റ് വഴി ഇന്ത്യക്ക് അസാധാരണമായൊരു ഗ്രോത്തിനുള്ള അവസരവും കൂടെ ലഭിക്കും. അതോടൊപ്പം നമുക്ക് തടസ്സം നിൽക്കുന്ന ഈ യുക്രൈൻ വാറിന് ഒരു ഏറ്റവും നല്ലൊരു പിന്നെ സൊല്യൂഷൻ ക്യാപ്സ്യൂളായിട്ട് ആ സന്ദർശനത്തോടു കൂടി തന്നെ ഏഷ്യൻ രാഷ്ട്രീയം, ഇപ്പോൾ നമുക്കറിയാം ഏഷ്യൻ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് പാകിസ്ഥാനും അമേരിക്കയുമായി എടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയും ചൈനയും അതോടൊപ്പം തന്നെ റഷ്യയും അത്തരത്തിൽ പുതിയ രാജ്യങ്ങൾ, പുതിയൊരു ക്രമത്തിന് കൂടുതൽ കരുത്തേകുന്നതായിരിക്കുമോ ഈ സന്ദർശനം? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ലോകത്ത് അസാധാരണമായ ഒരു കൂട്ടുകെട്ടായി മാറാൻ പോവുകയാണ്. അതായത് മുമ്പൊക്കെ 2 ചേരികൾ ഉണ്ടായിരുന്നെങ്കിലും ആ ചേരി ഇത്രത്തോളം ശക്തമായിട്ട് റഷ്യക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ എന്നതിന് ഉപരിയായിട്ട് ഇന്ത്യയുടെ കൂടെ കെയർ ഓഫിൽ ബ്രസീൽ ഉൾപ്പെടെയുള്ള ബ്രിക് രാഷ്ട്രങ്ങൾ അനുകൂലിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി സൗത്ത് ആഫ്രിക്കയിൽ പോയിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ പിന്നെ നേതൃത്വം പറയുന്നത് ഞങ്ങൾക്ക് അമേരിക്കയുടെ നയങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ട്ലി സ്റ്റേറ്റ് പോലെ നിന്നിരുന്നതാണ്, യുകെയുടെയും അമേരിക്കയുടെയും ഫ്രണ്ട്ലി സ്റ്റേറ്റ് പോലെ നിന്നിരുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ന് അവരുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഇപ്പം ആഫ്രിക്കയിലെ പ്രധാന രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ ഫാർ ഈസ്റ്റിലെയും മിഡിൽ ഈസ്റ്റിലെയും രാഷ്ട്രങ്ങൾ, ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ ട്രംപിൻ്റെ ടാരിഫ് അടക്കമുള്ള വിദേശ പോളിസികളും പ്രതിരോധ പോളിസികളും കാരണം. ഇസ്രായേലിനെ അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റുകാർ നിൽക്കുന്നത്. അവരോട് പറയുന്നുണ്ട് ഇസ്രായേലിനെ ഞങ്ങൾ ഒതുക്കി, ഗാസ ഞങ്ങൾ നിയന്ത്രിച്ചു, സമരം അവസാനിപ്പിച്ചു. പക്ഷേ ഗാസയെ വെട്ടിമുറിച്ച് ഒരു പീസം കൊടുത്തു കഴിഞ്ഞു. ഇപ്പം ഗാസയെ 2ആയി വെട്ടിമുറിച്ച് 50% മേൽ വരുന്ന ഒരു പീസ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമായി കഴിഞ്ഞു. ഇനി കടൽ തീരത്ത് വരുന്ന ഏറ്റവും ആൾക്കാർക്ക് വേണ്ടാത്ത, എപ്പോഴും മഴയും കുഴപ്പവും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു ഭൂഭാഗം, മറ്റ് യാതൊരു കാർഷിക സാധ്യതയില്ലാത്തൊരു ഭൂഭാഗം മാത്രമാണ് ഇപ്പം ഹമാസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഹമാസിനെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദിവസവും, നിരായുധീകരണം എന്ന് പറയും. ഇത് കാണിക്കുന്നത് അസംതൃപ്തമായ ഒരു അമേരിക്കൻ ഭരണകൂടത്തിനെതിരായി ലോകരാഷ്ട്രങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ റഷ്യ ഇന്ത്യ നീക്കം അല്ലെങ്കിൽ പിന്നെ 23ാമത് ഉച്ചകോടി മാറും എന്നുള്ളത് കൂടിയാണ് ഈ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇതിനെ പ്രസക്തമാക്കുന്നത്, കുറച്ചുകൂടെ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ ആകർഷിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.